ഇത് നമുക്ക് ഫ്രൈഡ് മിനി പിസ്സ ഉണ്ടാക്കുന്നത് ഇനി നോക്കാം. അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് ചൂടോടുകൂടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ചിക്കൻ കൊണ്ടാണ് ഫില്ലിംഗ് ഉണ്ടാക്കുന്നത്. ചിക്കന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീറ്റ് വെച്ചിട്ടും ഇതിലേക്കുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സോസേജ് വെച്ചിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ മീറ്റ് ബോൾ വെച്ചിട്ടേക്കും ഇതിലേക്കുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. ഇതിലേക്കുള്ള ഡോ ഉണ്ടാക്കുന്നത് നമ്മൾ പിസ്സയ്ക്ക് ഡോ ഉണ്ടാക്കണ പോലെ തന്നെ മൈദയും ഈസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്കുള്ള ഡോ ഉണ്ടാക്കുന്നത്. പിസ്സയ്ക്ക് ഡോ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കും. ഇതിലേക്ക് ഡോ ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ കുറച്ച് ടൈറ്റായിട്ട് വേണം കുഴച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നല്ല കനം കുറച്ചിട്ട് പരത്തിയെടുക്കും. അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പിസ്സ സോസും ചീസും പിന്നെ ചിക്കൻ്റെ ഫില്ലിങ്ങും കൂടിയും വെച്ചിട്ട് ഇത് ഫോൾഡ് ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കും. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ ഫ്രൈഡ് മിനി പിസ്സ ആക്കാന്ന്. ഇതിലേക്കുള്ള ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പിലാണ് എടുത്തേക്കുന്നത് 1 കപ്പ്. ഇതിലേക്ക് ഈസ്റ്റ് മിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഈ 1/4 കപ്പും ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പിലാണ് എടുത്തേക്കുന്നത്. ഇനി ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ഈ ഈസ്റ്റ് ഈ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈസ്റ്റ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നീക്കി വയ്ക്കാം. ഈ മൈദപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഈസ്റ്റ് മിക്സ് ചെയ്തത് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് കുഴച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം കുറവുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടിക്ക് 1/4 കപ്പ് വെള്ളവും പിന്നെ എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ വെള്ളവും 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്തേക്കുന്നത്. അത് നിങ്ങൾ മെഷർമെൻറ്റ് കപ്പിൽ കറക്റ്റ് അളവ് എടുക്കുകയാണെങ്കിൽ ഈ കറക്റ്റ് അളവ് ശരിയായിട്ട് വരും. അല്ലെങ്കിൽ നിങ്ങളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളം കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ചിട്ട് കുറച്ച് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചിട്ടെടുക്കുക. മാവ് കൗണ്ടർ ടോപ്പ് ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചിട്ടെടുക്കുക. മാവ് നല്ല സ്മൂത്തായിട്ട് വരണം. ഈ മൈദപ്പൊടി എപ്പോഴും കുഴച്ചെടുക്കുമ്പോൾ ഏറ്റവും ആദ്യം ഇതേപോലെ ഒന്ന് പരത്താം. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഓരോ സൈഡിൽ നിന്നും ഇതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. അങ്ങനെ കുഴച്ചെടുക്കാനായിരിക്കും കൂടുതൽ എളുപ്പം. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇതിങ്ങനെ ഒരു 6-7 പ്രാവശ്യം ചെയ്യുക. അപ്പം മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ മാവ് ഒന്നും കൂടി ഇതിലേക്ക് നമ്മൾ ഈസ്റ്റ് ചേർത്തേക്കണേനും മാവ് ഒന്നും കൂടി പൊന്തിയിട്ട് മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ അതേപോലെ സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളൊരു 1.5 മണിക്കൂർ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. നല്ല തണുപ്പുള്ള സ്ഥലത്തേക്ക് ആണെങ്കിൽ തണുപ്പുള്ള സ്ഥലത്ത് വെക്കാണ്ട് ചെറുതായിട്ട് വാമായിട്ടുള്ള സ്ഥലത്ത് വെക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിലെ റൂം ടെമ്പറേച്ചറിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. നല്ല സോഫ്റ്റായിട്ട് ഈ മാവ് ഒന്ന് ചെറുതായിട്ട് പൊന്തിയും വരും. ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ തുറന്ന് വെക്കാണ്ട് മൂടി വയ്ക്കുക. ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 125 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ പീസുകൾ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവോളയാണ്. സവോള ഞാനൊരു ചെറിയൊരു സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം വേണം. ക്യാപ്സിക്കം ഞാനിവിടെ ഗ്രീൻ കളറും എടുത്തിട്ടുണ്ട്, റെഡും എടുത്തിട്ടുണ്ട്. അത് രണ്ടും കുറേശ്ശെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. അത് രണ്ടും ഞാനിവിടെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒലീവ് എടുത്തിട്ടുണ്ട്. ഒലീവും ഞാനിവിടെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒലീവും ക്യാപ്സിക്കം ഒക്കെ കുറേശ്ശെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ കുരുമുളകിൻ്റെ പൊടി വേണം. പിന്നെ വേണ്ടത് ബേസിലാണ്. ഇതേപോലെ ബേസിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഇത് ഡ്രൈ ആയിട്ടുള്ളതാണിത്. പിന്നെ ഒറഗാനോ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഇറ്റാലിയൻ ഹെർബ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്നെങ്കിൽ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇതേപോലെ ബേസിലും ഒറഗാനോ എന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെ വാങ്ങാനും കിട്ടും. പിന്നെ വേണ്ടത് പിസ്സ സോസാണ്.
പിസ്സ സോസ് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാം, അല്ലെങ്കിൽ പിസ്സ സോസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ തന്നെ പിസ്സ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഫ്രഷായിട്ട് പിസ്സ സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ മിയ കിച്ചൻ പിസ്സ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റെസിപ്പി കിട്ടും. പിന്നെ വേണ്ടത് ചീസാണ്. ഞാൻ ഇതിലേക്ക് മസാല ചീസാണ് എടുത്തേക്കുന്നത്. ഈ മസാല ചീസായിരിക്കും പിസ്സയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലത്. ഈ ചീസായിരിക്കും നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കുക. ഞാൻ ഇതിനു മുമ്പ് വേറെ ഈ പിസ്സയുടെ വീഡിയോയിലൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചിരുന്നു നാട്ടിൽ കിട്ടുന്ന അമൂൽ ചീസ് മതിയോന്ന്. പക്ഷേ അമൂൽ ചീസ് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് വരുമെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ അമൂൽ ചീസ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇതേപോലെ മസാല ചീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചീസ് കിട്ടുകയാണെങ്കിൽ ഇതെടുക്കുക, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ചീസായിരുന്നാലും കുഴപ്പമില്ല. ഇനി ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതുണ്ടാക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിലിൽ ഉണ്ടാക്കാം, ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിലിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലിൽ ഉണ്ടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഞാനിതിലേക്ക് ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. ഈ ചൂടായ ഓയിലിലേക്ക് സവോള കട്ട് ചെയ്തത് ചേർക്കാം. ഇപ്പോൾ സവോള വഴന്നിട്ടുണ്ട്. സവോള നന്നായിട്ട് മൊരിയേണ്ട ആവശ്യമില്ല. സവോള വഴറ്റിയെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവോള നല്ല സോഫ്റ്റായിട്ട് വരണം. ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. ഞാനിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. പിന്നെ ചിക്കൻ നിങ്ങൾ ഇത് കഴുകിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് വെള്ളം കളയണം. നമ്മൾ ഇത് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇത് തീ പതുക്കൊന്ന് കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഇത് വേവിക്കാം. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചിക്കൻ വേവാൻ ആവശ്യത്തിന് വെള്ളം വരും. പിന്നെ ഇത് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം, ഒലീവ് ചേർക്കാം, ഒറിഗാനോ ചേർക്കാം. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഏറ്റവും ആദ്യം കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം. ഈ ബേസിൽ ലീവ്സ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടും ഇതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് വെച്ചിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് ക്യാപ്സിക്കം ഒലീവൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ചൂടാറിയിട്ട് വേണം ഫില്ലിംഗ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂറാണ് എടുത്തത്. അത് നിങ്ങളുടെ ഓരോ റൂമിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ടിരിക്കും. നല്ല തണുപ്പുള്ള സ്ഥലത്തേക്കാണെങ്കിൽ നിങ്ങൾ മാവ് വയ്ക്കുമ്പോൾ ചെറുതായിട്ട് വാമായിട്ടുള്ള സ്ഥലത്ത് വയ്ക്കുക. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ടെമ്പറേച്ചറിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ മാവ് ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് വരും. ഇത് മിനി പിസ്സ ആക്കാൻ വേണ്ടിയിട്ട് ആ പിസ്സയുടെ സൈഡ് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല തിക്ക് പേസ്റ്റ് പോലെ മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇതേപോലെ നല്ല തിക്ക് പേസ്റ്റ് പോലെ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഈ ഡോ പരത്തിയെടുക്കുക. ഒരു ചപ്പാത്തി പോലെ വെച്ചിട്ട് പരത്താം. അപ്പോൾ നല്ല കനം കുറച്ചിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഓരോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇത് ഓരോ പീസായിട്ട് നീക്കി വയ്ക്കുക. ഇതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് പരത്താം. ഒരുപാട് കനം കുറച്ച് പരത്തരുത്. ഒരുപാട് കനം കുറച്ച് പരത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വിട്ടുപോകും. അപ്പം ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് പരത്തി കൊടുക്കാം. ഇതേപോലെ പരത്തിയെടുക്കുക. ഇതേപോലെ പരത്തിയെടുക്കുക. ഇതിൻ്റെ 4 സൈഡിലും മൈദയുടെ പേസ്റ്റ് തേക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് പിസ്സ സോസ് തേക്കുക.
സോസ് ഇതിൻ്റെ ഉള്ളിൽ മാത്രം തേച്ചാൽ മതി, സൈഡിലേക്ക് ആവരുത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ചിക്കൻ്റെ ഫില്ലിങ് വയ്ക്കുക. ചീസ് വയ്ക്കുക. ഇത് ഫോൾഡ് ചെയ്യുക. അതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ മറ്റേ സൈഡ് ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഈ രണ്ട് സൈഡും ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഈ സൈഡും ഒട്ടിക്കുക. ഈ സൈഡ് നന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ഓയിലിടുമ്പോൾ ഇത് വിട്ടുപോകും. ഇതേപോലെ കിട്ടും. ഇതേപോലെ എല്ലാവരും ഇതേപോലെ തന്നെ ഫില്ല് ചെയ്തിട്ടെടുക്കുക. ഇതെല്ലാവരും ഫില്ലിങ് വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ വറുത്തെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇതിടാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ മറ്റേ സൈഡും തിരിച്ചിടാം. നിങ്ങൾ ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ഓയിലിടുമ്പോൾ ഇത് വിട്ടു പോകും. രണ്ട് സൈഡും ഒരുങ്ങി നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഫ്രൈഡ് മിനി പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾ ഫില്ലിങ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അപ്പോൾ തന്നെ നിങ്ങൾ അത് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പിസ്സയുടെ സോസ് ഇരുന്നിട്ട് ആ മാവ് ഷീറ്റ് വെറ്റായി പോകും. അപ്പോൾ അത് ഓയിലിടുമ്പോൾ പിന്നെ പിസ്സയുടെ സോസൊക്കെ ഓയിലിൽ എല്ലായിടത്തും ആവും. അപ്പോൾ അത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ 4 സൈഡ് നിങ്ങൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് ഓയിലിടുമ്പോൾ അത് വിട്ടുപോകും. പിന്നെ ഇതിലേക്ക് പിസ്സയുടെ സോസ് ചേർക്കുമ്പോഴായിരുന്നാലും ഒരുപാട് സോസ് ചേർക്കേണ്ട, കുറച്ച് സോസ് ചേർത്താൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.